ചെകുത്താനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളുടെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ചെകുത്താൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരു നടനാണ് ലാലേട്ടൻ. അതുപോലെ തന്നെ മമ്മൂക്ക എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ടും ഇവൻ വിമർശിച്ചിട്ടുണ്ട്. ഈ ചെകുത്താൻ പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്നവരൊന്നും അല്ല നമ്മൾ. പിന്നെ ഇവിടുത്തെ മമ്മൂട്ടിയുടെ ആയിക്കോട്ടെ, ലാലേട്ടൻ്റെ ആയിക്കോട്ടെ, മറ്റു നടന്മാരുടെ ആയിക്കോട്ടെ, ഫാൻസുകാരെന്ന് പറയുമ്പോഴത്തേക്ക് അവർ മുഴുവനും മോശക്കാരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എല്ലാ വിഭാഗത്തിലും വിവരം കെട്ട കുറച്ച് വിവരദോഷികളുണ്ട്. അവരാണ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് അങ്ങോട്ട് പൂണ്ട് വിളയാടുന്നത്. ഇപ്പോൾ മമ്മൂക്കായുടെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മതത്തെ പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ നമ്മൾ കാണാറുണ്ട്. ഞാൻ ഈ ബ്രഹ്മയുഗത്തിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുള്ളൊരു കമൻറ്റ് നമ്മുടെ മലയാളികളെയൊക്കെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റ്. ഒരു വികാസ് രാജ് എന്ന് പറഞ്ഞ ഒരുത്തനാണ് ആ ഒരു കമൻറ്റ് ഇട്ടത്. അപ്പം ഇതുപോലെ മനോഭാവമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ചില ക്ഷുദ്രവാണങ്ങളാണ് ഇവന്മാരെല്ലാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ചെകുത്താന് മോഹൻലാൽ ഫാൻസുകാർ എടുത്തിട്ട് കടപറങ്ങി എന്നുള്ളൊരു വാർത്ത പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഈ ചെകുത്താൻ പറയുന്ന എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിപ്പില്ല എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം ലാലേട്ടനെ പോലെ മലയാളത്തിലെ പ്രഗത്ഭനായിട്ടുള്ളൊരു നടൻ പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അത് ഒരു പക്ഷേ ചിലപ്പോൾ മലയാളി എന്ന നിലയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഇപ്പോൾ ഈ കൊറോണ വന്ന ടൈമിന് പാത്രം കൊട്ടിയാൽ കൊറോണ വൈറസ് ചാകുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവന. അതുപോലെ തന്നെ വയനാട് ദുരന്ത ഭൂമിയിൽ ഇന്ത്യൻ ആർമിയുടെ ഡ്രസ്സിൽ വന്നിട്ട് മേജർ രവി ആയിട്ട് എടുത്തിട്ടുള്ളൊരു സെൽഫി. കാരണം അതൊരു സെലിബ്രിറ്റികളുടെ പരിപാടി നടന്നൊരു സ്ഥലമൊന്നുമല്ല. അവിടെ ഒരുപാട് ആളുകളുടെ ജീവൻ പൊലിഞ്ഞ സ്ഥലമാണ്. അവിടെ ലാലേട്ടൻ വന്നിട്ട് ഇത്തരത്തിലൊരു സെൽഫി എടുത്ത് അതും അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഒക്കെ ഇടുമ്പോൾ ഇതിനെയൊക്കെ ആൾക്കാർ വിമർശിക്കും. ശരിയായിട്ടുള്ളൊരു നിലപാടല്ല. അതൊക്കെ എല്ലാത്തിലും കുറച്ച് ആളുകളുണ്ട് ഈ നടന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ല ഫാൻസുകാർക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില വാണങ്ങൾ. സത്യത്തിൽ ഈ ചെകുത്താൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിന് ഇപ്പം ചെകുത്താനെ ലാലേട്ടൻ ഫാൻസുകാർ തല്ലുന്നത്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടല്ലേ? വെള്ളരിക്കപ്പെട്ടണമെന്നല്ലോ. മാന്യമായ രീതിയിൽ ഇവിടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. എന്തായാലും നമുക്ക് ചെകുത്താനെ തല്ലി എന്ന് പറയുന്ന ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ടോൾ തട്ടുകടയില്ലേ എടപ്പള്ളിയിൽ, അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങുക. അപ്പോഴാണ് ഒരുത്തനിങ്ങനെ ഈ പറഞ്ഞ ഭയങ്കര എക്സെൻട്രിക്കായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ തോന്നി. ഒരുത്തൻ വന്നിട്ട് എൻ്റെ അടുത്തോട്ട് വരുന്നു, നീ അല്ലേ ചെകുത്താനല്ലേ, മാമാ നമുക്കൊരു സിഗരറ്റ് വലിക്കാം, നീ മോഹൻലാലിനൊരു വീഡിയോ എടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിച്ചുമേയും പറയുന്ന പോലെ പറയുന്നത്. അപ്പോൾ ഇവന് ഇങ്ങനെ ഉന്തുന്നൊക്കെ ഉണ്ട്. അപ്പോഴേ എനിക്ക് എന്തോ ഒരു പ്രശ്നം പോലെ തോന്നി, എന്തോ ഉടക്കുണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇവൻ്റെ കൂട്ടുകാർ അവിടെ ഇടയ്ക്ക് നിൽക്കുന്നത്, ഏടാ ഇവനോട് വന്നു ഇങ്ങനെ മാവാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. ഒന്ന് രണ്ട് പേര് വന്നു. അപ്പോൾ ഇവന്മാരുടെ ഒരു ഇത് കണ്ടപ്പോൾ എന്തോ പ്രശ്നമുള്ള എനിക്ക് തോന്നി. ഞാൻ എന്നെ നടന്ന് ആ കടയിലോട്ടം കയറുകയാണെങ്കിൽ കുഴപ്പം ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് കയറിയപ്പോൾ ഈ ഫുട്പാത്തിൽ നിന്ന് കയറി അങ്ങോട്ട് വരുമ്പോൾ ഇവൻ എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. അവൻ വന്ന് എനിക്കിട്ട് ഒറ്റ ഇടി ഇവിടെ ഇട്ട്. ഞാൻ ഹെൽമെറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് ഇവിടെയും കൂടെ ചേർത്താണത് കിട്ടിയത്, അല്ലെങ്കിൽ അത് തലക്കിട്ട് അവൻ ഇടിക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾക്കാർ പിടിച്ച് മാറ്റുന്നുണ്ട്. അവിടെ സീൻ അങ്ങനെ ആയപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു. അപ്പോൾ 112 വിളിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ലൈനിൽ പോലീസുകാരുണ്ട്, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പോലീസുകാർ അവിടെ ഇല്ല. അപ്പോൾ ഞാൻ പോയി അഡ്മിറ്റായി, എനിക്ക് ഇത് ഉള്ളതുകൊണ്ട്. അവർ പറഞ്ഞ് അഡ്മിറ്റ് ആയിക്കോളാനും പറഞ്ഞു പോലീസുകാർ. അപ്പം ഞാൻ പോയി അഡ്മിറ്റ് ആനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇവന്മാർ നമ്മളെ ഫോളോ ചെയ്ത് അവിടെ ഉണ്ട്. അവിടെ വന്ന് അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര കച്ചറ ഇവരെല്ലാം. ഇതെല്ലാം ഉറപ്പായിട്ടും ഏതോ തൂഫാൻ കേസാണ്, മനസ്സിലായി. അല്ലാതെ ഇവർ നോർമലല്ല, വളരെ അബ്നോർമൽ ബിഹേവിയർ. അവന് പറയുന്ന ഒന്നും കിട്ടുന്നില്ല, തോന്നിയ പോലെ വർത്താനം പറയുക. ചുമ്മാ അല്ല ഈ പബ്ലിക് പ്ലേസ് വെച്ച് ഇത്രയും വയലൻ്റ് ആയിട്ടൊന്നും ആരെ ഉപദ്രവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തൂഫാൻ വാരിയർ, മോഹൻലാലിൻ്റെ ആരാധകൻ തൂഫാനായിട്ട് വന്ന സീൻ ഇത് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ആരെ ഇവർ പോലീസുകാർ പിടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതും ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അക്രമം അഴിച്ചുവിടുന്ന ലഹരിക്കടിമയായ പിള്ളേർക്ക് ഇതുവരെ അലഞ്ഞിരിഞ്ഞ് പ്രശ്നങ്ങൾ കൂടുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട്. പലയിടത്തും പല പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുപോലത്തെ എന്തോ ഐറ്റം ചെയ്ത്, അല്ലാതെ അടുത്തൊന്നും അങ്ങനെ മോഹൻലാലിനെ വിമർശിച്ച് വീഡിയോസ് ഒന്നും ചെയ്തില്ല. അടുത്ത കാലത്തൊന്നും അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇല്ല. ഇവർ ഇതിങ്ങനെ പറയുന്നുണ്ടെന്നുള്ളതാണ്, മനസ്സിലായില്ലേ. ഇവന് ചിലപ്പോൾ പഴയ വീഡിയോ എല്ലാം കണ്ടിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇവർ അതുകൂടാതെ ഇവന്മാർ ഈ എടപ്പള്ളി വെച്ച് ഇതുപോലെ വണ്ടിക്കകത്ത് പോകുന്ന വഴിക്ക് എന്തോ കാണിച്ചിട്ട് അലറിക്കുകയൊക്കെ പോകുന്നുണ്ടാകുന്നു. പിന്നെ ഞങ്ങൾക്കൊരു പ്രാവശ്യം കഴിഞ്ഞ മാസം ഈ കലൂർ സ്റ്റേഡിയത്തിൻ്റെ ആ കയറുന്ന വഴിക്ക് ഇടത്ത് ഈ ബസ്സൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വീഡിയോ ഇട്ടപ്പോൾ ഇതേപോലെ തന്നെ ഒരു വണ്ടിക്കകത്ത് ഒരു പയ്യനിരുന്ന് വീഡിയോ എടുത്ത് ബഹളം ഉണ്ടാക്കിയിട്ട് പോയി. നീ അല്ലടാ ചെയ്താൽ നിന്നെ കണ്ടോളാ കാണിച്ചോളാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടാകുന്നു. അത് ഇവർ തന്നെയാണെന്നാണ് എനിക്ക് സംശയം. കാരണം കാറും ആളെയും കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. വിമർശനങ്ങൾ പ്രത്യേകിച്ച് മോഹൻലാലിനെതിരെയൊക്കെ നടത്തുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും അജുവിനെതിരെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നേരിട്ടുള്ളത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഇതുവരെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ ആരാധകരും അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനത്തിന് കാണുന്നത്. ഇത് കണ്ടറിയാം അതെന്തോ എക്സെൻട്രിക് ആയിട്ടുള്ള പ്രശ്നമുള്ള ഒരാളാണ്, അല്ലാതെ നോർമലേ അല്ല. അവൻ എന്തോ അടിച്ചേക്കുന്ന പോലും അറിയത്തില്ല. അതുപോലെ ഭയങ്കര ലാലേട്ടന്റെ ആരാധകരെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെകുത്താനെ ഇവർ ആക്രമിച്ചിരിക്കുന്നത്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടല്ലേ? ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് തനി ഗുണ്ടായിസം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എനിക്കും ഇത്തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ വരാറുണ്ട്. ഇപ്പം ലാലേട്ടൻ്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമ കളക്ഷൻ തള്ളിക്കയറ്റുമ്പോൾ നമ്മൾ അതിനെ വിമർശിക്കും.
അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് കമൻറ്റ് ബോക്സിലും ഭീഷണികൾ വരാറുണ്ട്, ഫോൺ വിളിച്ച് ഭീഷണികൾ പറയാറുണ്ട്. അവരോടൊക്കെ പറയേണ്ട രീതിയിൽ തന്നെ കൃത്യമായിട്ട് മറുപടിയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ആശയത്തെ ആശയപരമായി വിമർശിക്കാൻ കഴിവില്ലാത്ത പോങ്ങന്മാരാണ് ഇത്തരത്തിലുള്ള പരിപാടിയായിട്ടൊക്കെ രംഗത്തിറങ്ങി. ഇപ്പം ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ച് നിങ്ങൾക്ക് പറയാനായിട്ടുള്ള അവകാശമുണ്ടല്ലോ. അപ്പം ഇത്തരത്തിലുള്ള ഈ തൂഫാൻ വാരികളായിട്ടുള്ള ആൾക്കാർ, ഇപ്പം നമ്മുടെ ലാലേട്ടൻ തന്നെ പറയുന്നത് നർക്കോട്ടിക്സ് ദ ഡേർട്ടി ബിസിനസ്, 2 സിനിമയിൽ അദ്ദേഹം ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം തൂഫാനുമായി ചേർന്നുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുമായി ചേർന്നുകൊണ്ട് ഒരു വലിയൊരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ നടക്കാൻ പോവാണ്. അപ്പം ഏത് ഫാൻസ് ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, ലാലേട്ടൻ ആയിക്കോട്ടെ, സുരേഷ് ഗോപി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ഫാൻസുകളിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അവരെയൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തി അതിൽ നിന്ന് പുറത്താക്കി പ്രസ്താവന നടത്തുന്നത് ഇവരൊന്നും നമ്മുടെ ഫാൻസിൽപ്പെട്ടവരല്ല എന്ന് പറയാനായിട്ടുള്ളൊരു ധാർമ്മികത കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ.